ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ഫെബ്രുവരി മാസം 20-ാം തീയതി കുംഭമാസം 8-ാം തീയതി വ്യാഴാഴ്ച, സമയം രാവിലെ 6 മണി. സ്വർണ്ണവില സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ ആഴ്ചയിലെ തുടർച്ചയായ 3-ാം ദിവസവും കുതിച്ചുയർന്ന സ്വർണ്ണവില പവന് 64,000 രൂപ പിന്നിട്ട് കേരളത്തിലെ ചരിത്രവിലയ്ക്ക് അരികിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പവന് 640 രൂപ ഉയർന്ന സ്വർണം ഇന്നലെ മാത്രം പവന് 520 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന് 64,280 രൂപയാണ് കേരളത്തിലെ വിപണി വില. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില വീണ്ടും 64,000 രൂപ പിന്നിട്ടത്. ഫെബ്രുവരി 11-ന് രേഖപ്പെടുത്തിയ 64,480 രൂപയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും $2,900 മറികടന്ന് ഉയർന്നു. നിക്ഷേപകർ ഉയർന്ന സ്വർണ്ണവിലയുടെ ലാഭമെടുക്കാൻ ആരംഭിച്ചതോടെ നേരിയ തകർച്ച നേരിട്ട സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറുകയാണ്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $2,932, സംസ്ഥാനത്ത് 24 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,765 രൂപ, ഒരു പവൻ 70,123 രൂപ. 18 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,574 രൂപ, ഒരു പവൻ 52,592 രൂപ. ഇന്നത്തെ 916 സ്വർണ്ണവില 1 ഗ്രാം 8,035 രൂപ, ഒരു പവൻ 64,280 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവില 1 ഗ്രാം 107 രൂപ, 1 കിലോ 1,07,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്